നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്, കുഞ്ഞു പിള്ളേര് എന്ന് നമ്മൾ വിചാരിക്കുന്ന പിള്ളേര്, ഇവര് വേറെ റേഞ്ച്, വേറെ ഈ പറയുന്ന പോലെ വേറെ ലെവലായിട്ടാണ് ചിന്തിക്കുന്നതും കാര്യങ്ങളെ നോക്കിക്കാണുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും എന്നൊക്കെയുള്ളൊരു സത്യം എനിക്ക് വലിയ ഞെട്ടലുണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ വിഷയം ന്യൂ ജനറേഷൻ പൊളിയല്ലേ, വേറെ ലെവലല്ലേ എന്നൊക്കെയാണ്. അപ്പോൾ ഒരു പുതുമുഖ എഴുത്തുകാരി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ തലമുറയെ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം, അത് അതത് കാലത്തിൻ്റെ ഡെഫിനിഷനുകളിൽ അല്ലെങ്കിൽ അതത് കാലത്തിൻ്റെ മനുഷ്യരോട് ബന്ധപ്പെട്ട് കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ടേമിനെ മനസ്സിലാക്കാനും വായിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരിക, എൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇത്രയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യുവാക്കളുടെ 18+ അല്ലെങ്കിൽ 20+ ആയിട്ടുള്ള ഒരു തലമുറയാണ്. പക്ഷേ നമ്മുടെ തൊട്ട് ശേഷമുള്ള ഒരു തലമുറയുണ്ട്. ഇപ്പോൾ വായനാവാരമൊക്കെ ആയിട്ട് അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സ്കൂളുകളിലേക്കൊക്കെ, നമ്മുടെ അയൽവക്കത്തെയൊക്കെ സ്കൂളുകളിലേക്ക് വായനാവാരത്തോടനുബന്ധിച്ച് സംസാരിക്കാനും മറ്റും പരിപാടികൾക്കൊക്കെ പോകുകയുണ്ടായി. അവിടെയുള്ള പിള്ളേരൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്, കുഞ്ഞു പിള്ളേര് എന്ന് നമ്മൾ വിചാരിക്കുന്ന പിള്ളേര്, ഇവർ വേറെ റേഞ്ച്, വേറെ ഈ പറയുന്ന പോലെ വേറെ ലെവലായിട്ടാണ് ചിന്തിക്കുന്നതും കാര്യങ്ങളെ നോക്കിക്കാണുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും എന്നൊക്കെയുള്ളൊരു സത്യം എനിക്ക് വലിയ ഞെട്ടലുണ്ടാക്കി ഈ അടുത്ത് നടന്ന കുറേ ഇൻസിഡൻസ്. അപ്പം നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ഒരു ജനറേഷനാണോ ന്യൂ ജനറേഷൻ? നമ്മുടെ തൊട്ട് ശേഷം വരുന്ന ഒരു ജനറേഷൻ ഉണ്ട്. ഈ രണ്ട് ജനറേഷനും തമ്മിൽ തന്നെ വലിയ അന്തരമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മളൊരു പക്ഷേ സ്കൂൾ ഒരു +1 +2 ഒക്കെ അതിന് ശേഷമോ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലേക്കൊക്കെ എത്തപ്പെട്ട, പിന്നീട് അതിനൊപ്പം ഇങ്ങനെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതിന് തൊട്ട് ശേഷം വന്ന നമ്മുടെ താഴെയുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ്. അവരുടെ കയ്യിൽ കുഞ്ഞിലേ മുതലേ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അവർക്ക് സ്ക്രീൻ പ്രസൻസ്, സ്ക്രീൻ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് ചെറുപ്പം മുതലേ അറിയാം. നമുക്കുള്ളതുപോലെ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ചൊക്കെ ഒരു ഗൃഹാതുരത എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രൈമറി വേൾഡ്, അതിന് ശേഷമുള്ള ഈ ഏറ്റവും വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്കൻഡറി വേൾഡ്, ഈ രണ്ട് വേൾഡും നമ്മുടെ ശേഷമുള്ള തലമുറയ്ക്ക് ആക്ച്വലി ഇല്ല. അവർക്കുള്ളത് ഏറ്റവും ഡിജിറ്റലി വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന റീൽസുകളുടെ വേഗത്തിൽ ചിന്തിക്കുകയും കാണുകയും കോൺഷ്യസ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരേ ഒരു വേൾഡാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഈ രണ്ട് തലമുറ തമ്മിൽ തന്നെ വലിയ അന്തരമുണ്ട്. അപ്പോൾ ഇതിലെ നമ്മൾ ആര് ന്യൂ ജനറേഷൻ എന്ന് വിളിക്കണം, എന്താണ് ന്യൂ ജനറേഷൻ്റെ ചിന്തകൾ? നമ്മുടെ തലമുറയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഭയങ്കര വേഗത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, നമ്മൾ ഭയങ്കര വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, വേഗത്തിൽ കാര്യങ്ങളെ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇടയ്ക്ക് വീഴുകയും വീണ്ടും പണിപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഒരുപക്ഷെ നമുക്ക് ഒരു 30 സെക്കൻഡ് റീലുകൾ കണ്ട് അത് അടുത്തിലേക്ക് സ്വൈപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പല പഠനം, സൈക്കോളജിക്കലായിട്ടുള്ള പല പഠനങ്ങളും പറയുന്നുണ്ട്, ലൈക്ക് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മാനസികാവസ്ഥയ്ക്കൊക്കെ നമ്മുടെ പല അവസ്ഥകളെയും ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമൊക്കെ, നമ്മുടെ കാര്യങ്ങളെ നമ്മൾ എടുക്കുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് ഏകാഗ്രത, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്നതിലും അതിനേക്കാൾ വേഗത്തിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എഴുത്ത് വായന എന്നൊക്കെ പറയുന്നത് ബേസിക്കലി മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡുകളിൽ ഒന്നൊന്നും അല്ല. നമ്മൾ ഈ എഴുത്തിനെയും വായനയെയും ഇത്രയും പ്രഘോഷിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ സ്കൂളുകളിൽ പോയി കുട്ടികളുടെ അടുത്ത് പറയാറുള്ളത് ഇത് തന്നെയാണ്. എഴുത്ത് വായന എന്നൊക്കെ പറയുന്നത് വളരെ നിർബന്ധിതമായി വായനാവാരമാണ്. പുസ്തകങ്ങൾ നിർബന്ധമായി വായിക്കണം, അല്ലെങ്കിൽ എൻ്റെ പുസ്തകം, എൻ്റെ കഥ നിർബന്ധമായി നിങ്ങളൊന്ന് വായിച്ചിരിക്കണം, അതിനെക്കുറിച്ച് പറയണമെന്നും പറയാനുള്ള ഒരു സംഭവമൊന്നും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള, പേഴ്സണലായിട്ടുള്ള, എന്നാൽ അത് മാത്രമല്ല കുറച്ച് പ്രിവിലേജുകൾ, നമ്മുടെ സാഹചര്യം, സറൗണ്ടിങ്സ്, ചിന്താവഴികൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഈവൻ നമ്മുടെ ഇഷ്ടങ്ങൾ പോലും ഇതിനെ കണക്റ്റഡ് ആണ്. നമുക്ക് ഒരാളെയും ഇങ്ങനെ വായന ഭയങ്കര സംഭവമായിട്ടോ എഴുത്ത് ഭയങ്കര സംഭവമായിട്ടോ നമുക്ക് കാണാം. മാത്രമല്ല സിനിമയുടെയും റീൽസുകളുടെയൊക്കെ കാലത്ത് ഇതിനോട് കോമ്പറ്റീറ്റ് ചെയ്ത് നമ്മൾ എഴുതി നിൽക്കുക എന്ന് പറയുന്നതും ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. വായിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നൊക്കെ പറയുന്നത്, അത് ഇപ്പം നിമ്നയൊക്കെ പോലുള്ളവരെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എത്രയോ ആളുകൾ പുസ്തകം ഈ ഒരു കാലഘട്ടത്തിലും വായിക്കാനും റീൽസിലൂടെയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളത് അതൊരു വലിയ വിജയമാണ്. അപ്പോൾ ന്യൂ ജനറേഷൻ പൊളിയാണ്.
പല പല വേർഷൻസ്, ന്യൂ ജനറേഷൻ്റെ തന്നെ പല പല വേർഷൻസും പല പല കാര്യങ്ങളൊക്കെ ഇതിൽ കൂടിക്കുഴഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.